ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മോക്ക് ടെസ്റ്റ് PSCയുടെ പുതിയ കറണ്ട് അഫെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തിലെ കേരള ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫെയർ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫെയർസിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, നിലവിലെ കേരള ഗവർണർ ആരാണ്? നിലവിലെ കേരള ഗവർണർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, രാജേന്ദ്ര അർലേക്കർ. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണ്. 23rd ഗവർണർ ഓഫ് കേരളയാണ് രാജേന്ദ്ര അർലേക്കർ. അപ്പോൾ നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. അടുത്ത ചോദ്യം, 148ാമത് ജന്മദിനം ആചരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റി NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തി ആര്? 148ാമത് ജന്മദിനം ആചരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. 1959 പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരത കേസരി എന്ന ബഹുമതി നൽകി ആദരിച്ചു. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ സ്ഥാപകനും സെക്രട്ടറിയുമായിരുന്നു. 1914 ഒക്ടോബർ 31 തുടങ്ങിയ നായർ ഭൃത്യജന സംഘം 1915 ജൂലൈയിൽ NSS ആയി മാറി, നായർ സർവീസ് സൊസൈറ്റിയായി മാറി. നായർ സമാജത്തിന്റെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. താലികെട്ട് കല്യാണം, തിരണ്ടുകുളി എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. എന്തൊക്കെയാണ് ഫാക്ട്സ്? ഭാരത കേസരി എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു. ഭാരത കേസരി എന്ന ബഹുമതി നൽകി ആദരിച്ചു. ആരാണ് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. NSSന്റെ ആദ്യത്തെ സ്ഥാപകനും സെക്രട്ടറിയുമാണ്. 1914 ഒക്ടോബർ 31 തുടങ്ങിയ നായർ ഭൃത്യജന സംഘമാണ് 1915 ജൂലൈ നായർ സർവീസ് സൊസൈറ്റിയായി മാറിയത്. നായർ സമാജത്തിന്റെ സ്ഥാപകനാണ്. താലികെട്ട് കല്യാണം, തിരണ്ടുകുളി എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പോരാടി. അടുത്ത ചോദ്യം, നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ് ചോദ്യം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, നിതിൻ മധുകർ ജാംദാർ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. അടുത്ത ചോദ്യം, ദേവിക വാര്യത്തിന്റെ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പേരെന്താണ്? ദേവിക വാര്യത്തിന്റെ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പേര്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഡമരു. ദേവിക വാര്യത്തിന്റെ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പേരാണ് ഡമരു. അടുത്ത ചോദ്യം, അന്തരിച്ച എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേരെന്താണ്? അന്തരിച്ച എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, MT നിള. MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകിയ പേരാണ് MT നിള. റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. MT വാസുദേവൻ നായരുടെ ആദ്യ നോവലാണ് നാലുകെട്ട്. 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. ആദ്യത്തെ നോവൽ നാലുകെട്ട്. മഞ്ഞ്, കാലം, അസുരവിത്ത്, രണ്ടാം മുഴം ഇതൊക്കെയാണ് MT വാസുദേവൻ നായരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൃതികൾ. മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് 4 തവണ ലഭിച്ചിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം എന്നീ സിനിമകൾക്കുള്ള മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് 4 തവണ ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ അവാർഡ് 1995 സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ മലയാളം റൈറ്റേഴ്സ് ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ 2005 പത്മവിഭൂഷൺ ഈ അടുത്ത് പ്രഖ്യാപിച്ച പത്മവിഭൂഷൺ 2025 നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2025 ഹരിവരാസന പുരസ്കാരം നേടിയ ഗാനരചയിതാവ് ആരാണ്? 2025 ഹരിവരാസന പുരസ്കാരം നേടിയ ഗാനരചയിതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ക്യാഷ് പ്രൈസ് ഓഫ് 1 lakh, 1 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ്. കഴിഞ്ഞ വർഷം തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസനായിരുന്നു പുരസ്കാരം. കഴിഞ്ഞ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയത് തമിഴ് പിന്നണി ഗായകനായ PK വീരമണിദാസനാണ്. 2025 ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് 250 യൂണിറ്റിന് മേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപയോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാകുന്ന പുതിയ ബില്ലിംഗ് രീതിയായത്? സംസ്ഥാനത്ത് 250 യൂണിറ്റിന് മേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപയോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാകുന്ന പുതിയ ബില്ലിംഗ് രീതി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, ടോഡ് ബില്ലിംഗ്. ടൈം ഓഫ് ഡേ, ടോഡിന്റെ ഫുൾ ഫോം ആണ് ടൈം ഓഫ് ഡേ. ടോഡ് ബില്ലിംഗ് ടാരിഫാണ് പുതിയതായി നടപ്പിലാവാൻ പോകുന്ന ബില്ലിംഗ് രീതി.
മോർണിംഗ് 6 ടു ഈവനിങ് 6, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 10% ചാർജ് കുറവും, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ 25% ചാർജ് കൂടുതലുമാണ് പുതിയ ബില്ലിംഗ് രീതി പ്രകാരം നടപ്പിലാക്കാൻ പോകുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 10% ചാർജ് കുറവും, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ 25% ചാർജ് കൂടുതൽ. ഈ ബില്ലിംഗ് രീതിയുടെ പേരാണ് ടോഡ് ബില്ലിംഗ്, ടൈം ഓഫ് ഡേ ടാരിഫ്, ടോഡ് ബില്ലിംഗ്. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ വിടവാങ്ങിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആര്? 2025 ജനുവരിയിൽ വിടവാങ്ങിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് KS മണിലാലാണ്. റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. KS മണിലാൽ 2003 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ EK ജാനകി അമ്മാൾ പുരസ്കാരം, EK ജാനകി അമ്മാൾ പുരസ്കാരം 2019 പത്മശ്രീ പുരസ്കാരം. 2003 EK ജാനകി അമ്മാൾ പുരസ്കാരവും 2019 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. നെതർലാൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓറഞ്ച് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് KS മണിലാൽ. നെതർലാൻഡിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓറഞ്ച് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് KS മണിലാൽ. സസ്യവർഗീകരണ ജേണലായ റീഡിയയുടെ ചീഫ് എഡിറ്ററാണ് ഡോക്ടർ KS മണിലാൽ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമാക്കി പ്രഖ്യാപിച്ചതും മണിലാൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 2003 EK ജാനകി അമ്മാൾ പുരസ്കാരം, 2019 പത്മശ്രീ പുരസ്കാരം, നെതർലാൻഡിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓറഞ്ച് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ. റീഡിയ സസ്യവർഗീകരണ ജേണലായ റീഡിയയുടെ ചീഫ് എഡിറ്ററാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമാക്കി പ്രഖ്യാപിക്കുന്നതിന് പിന്നിലുള്ള പഠനം നടത്തിയതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് ഡോക്ടർ KS മണിലാൽ. അടുത്ത ചോദ്യം, അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം ആരാണ്? അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, സാജൻ പ്രകാശ്. അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ വിടവാങ്ങിയ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും നിരൂപകനുമായ വ്യക്തി ആര്? 2025 ജനുവരിയിൽ വിടവാങ്ങിയ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും നിരൂപകനുമായ വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, S ജയചന്ദ്രൻ നായർ. റോസാദലങ്ങൾ, പുഴകളും കടലും, അലകളില്ലാത്ത ആകാശം, ഉന്മാദത്തിന്റെ സൂര്യകാന്തികൾ, വെയിൽത്തുണ്ടുകൾ തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ. ആത്മകഥ എൻ്റെ പ്രദക്ഷിണ വഴികൾക്ക് 2012 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആത്മകഥ S ജയചന്ദ്രൻ നായരുടെ ആത്മകഥയാണ് എൻ്റെ പ്രദക്ഷിണ വഴികൾ. ഇതിന് 2012 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, JC ഡാനിയൽ ഫൗണ്ടേഷന്റെ 15ാമത് ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. JC ഡാനിയൽ ഫൗണ്ടേഷന്റെ 15ാമത് ചലച്ചിത്ര പുരസ്കാരവുമായി സംബന്ധിച്ച് ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. എ മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി അഞ്ജന ജയപ്രകാശ്, മികച്ച ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ, മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. പാച്ചവും അത്ഭുത വിളക്കും എന്ന സിനിമയുടെ സംവിധായകനായ അഖിൽ സത്യൻ. 4 ഓപ്ഷൻസും ശരിയാണ്. മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി അഞ്ജന ജയപ്രകാശ്, മികച്ച ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ, മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. അടുത്ത ചോദ്യം, 2015 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആര്? 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആണ് ഓപ്ഷൻ എ ജോർജ് കുമ്പനാട്. 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട്. എല്ലാവർക്കും അറിയാമായിരിക്കും ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ. ഇതിന്റെ പിതാവാണ് ജോർജ് കുമ്പനാട്. 2025 ജനുവരി വിടവാങ്ങിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട്. കാർട്ടൂൺ ഉപ്പായി മാപ്പിള. അടുത്ത ചോദ്യം, ഗവേഷകർ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് പ്രോട്ടോകോൾ തയ്യാറാക്കിയ ചാലക്കുടി പുഴയിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യം ഏത്? ചാലക്കുടി പുഴയിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, ബ്ലാക്ക് കോളർ യെല്ലോ കാറ്റ്ഫിഷ്. അടുത്ത ചോദ്യം, 63ാമത് കേരള സ്കൂൾ കലോത്സവ വേദി ഏതാണെന്നാണ് ചോദ്യം. 2025 63ാമത് കേരള സ്കൂൾ കലോത്സവ വേദി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, തിരുവനന്തപുരം. 63ാമത് കേരള സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരത്താണ്. വിന്നർ തൃശ്ശൂർ. 1008 പോയിന്റോടെ തൃശ്ശൂർ 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. അടുത്ത ചോദ്യം, ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ഏത്? ഓസ്കാർ പുരസ്കാരത്തിന് ഉള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, ആടുജീവിതം. ഓസ്കാർ പുരസ്കാരത്തിലുള്ള പ്രാഥമിക പട്ടികയിൽ ആകെ 7 ഇന്ത്യൻ ചിത്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. അതിലെ മലയാള ചിത്രമാണ് ആടുജീവിതം.
ആകെ 7 ചിത്രങ്ങളാണ് പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയത്. 72ാമത്തെ ഗോൾഡൻ റീൽ പുരസ്കാരത്തിന് നോമിനേഷനിൽ വന്ന മലയാള സിനിമ ഏതെന്ന് ചോദിച്ചാലും അതിന് ഉത്തരം ആടുജീവിതം തന്നെയാണ്. ആകെ 7 ഇന്ത്യൻ ചിത്രങ്ങൾ ഓസ്കാർ പുരസ്കാരത്തിന് പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചു. ആടുജീവിതം 72ാമത്തെ ഗോൾഡൻ റീൽ പുരസ്കാരം 72ാമത്തെ ഗോൾഡൻ റീൽ പുരസ്കാരത്തിന് നോമിനേഷൻ അർഹത നേടിയത് ആടുജീവിതം. അടുത്ത ചോദ്യം, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഇതുവരെ സമർപ്പിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം വായ്പാ വളർച്ചയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത്? വായ്പാ വളർച്ചയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ എ കേരള ഈസ് റൈറ്റ് ആൻസർ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇതുവരെ സമർപ്പിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം വായ്പാ വളർച്ചയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. അടുത്ത ചോദ്യം, തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച് വിജയിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. കതിരണി. 2022 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച കതിരണി എന്ന പദ്ധതിയാണ് ഇപ്പോൾ വിജയിച്ചത്. തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച് വിജയിച്ച പദ്ധതി കതിരണി. അടുത്ത ചോദ്യം, ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ്? ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ബി നാരായണൻ. ISROയുടെ 11ാമത്തെ ചെയർമാനാണ് ബി നാരായണൻ. ബി നാരായണൻ തമിഴ്നാട് സ്വദേശിയാണ്. ISROയുടെ 11ാമത്തെ ചെയർമാനായ ബി നാരായണൻ തമിഴ്നാട് സ്വദേശിയാണ്. അടുത്ത ചോദ്യം, ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കേരളം ഈസ് റൈറ്റ് ആൻസർ. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം കേരളം. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന്റെ വേദി ഉണ്ടായിരുന്നത് റാഞ്ചിയിലാണ്. കേരളത്തിന് ആകെ ലഭിച്ച മെഡലുകൾ 6 ഗോൾഡ്, 6 സിൽവർ, 4 ബ്രോൺസ്. അടുത്ത ചോദ്യം, പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് ഓപ്ഷൻ എ എം ലീലാവതി. പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് എം ലീലാവതി. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് എം ലീലാവതി. അടുത്ത ചോദ്യം, അണ്ടർ-19 ദേശീയ വനിതാ ഏകദിന ക്രിക്കറ്റ് ജേതാക്കൾ ആരാണെന്നാണ് ചോദ്യം. അണ്ടർ-19 ദേശീയ വനിതാ ഏകദിന ക്രിക്കറ്റ് ജേതാക്കൾ ഓപ്ഷൻ ഡി കേരള ഈസ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളം. 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളം. അടുത്ത ചോദ്യം, കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്ന കവിതാ സമാഹാരം മനോരഥം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്ന കവിതാ സമാഹാരമാണ് മനോരഥം. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഗ്രീൻ ദ ഗ്യാപ്പ്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 15. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 15 ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അനുമതി നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപനാധികാരികൾക്ക് അധികാരം നൽകിയ സർക്കാർ തീരുമാനം പിൻവലിച്ച ഹൈക്കോടതി ഏത്? കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിച്ച ഹൈക്കോടതി ഏതാണെന്നാണ് ചോദ്യം. കേരള ഹൈക്കോടതിയാണ്. അടുത്ത ചോദ്യം, ഈ വർഷത്തെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹനായത് VM ഗിരിജ. ബുദ്ധപൂർണിമ എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ പുരസ്കാരം നേടിയത്. VM ഗിരിജ. പന്തളം കേരളവർമ്മ പുരസ്കാരം VM ഗിരിജ. ബുദ്ധപൂർണിമ എന്ന കവിതാ സമാഹാരത്തിന്. വൃക്ഷ, ആയുർവേദ, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഓൾമൈറ്റി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് PS ശ്രീധരൻപിള്ള. വൃക്ഷ, ആയുർവേദ, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഓൾമൈറ്റി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് PS ശ്രീധരൻപിള്ള. പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹനായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു VM ഗിരിജ. ബുദ്ധപൂർണിമ എന്ന കവിതാ സമാഹാരത്തിന്. മെരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തി കപ്പൽശാല നിർമ്മിക്കാൻ കേന്ദ്രം അനുമതി നൽകിയ കേരളത്തിലെ പ്രദേശമാണ് പൂവാർ, തിരുവനന്തപുരം. കപ്പൽശാല നിർമ്മിക്കാൻ കേന്ദ്രം അനുമതി നൽകിയ കേരളത്തിലെ പ്രദേശം പൂവാർ, തിരുവനന്തപുരം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9-അംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായ മലയാളി കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനിൽ 9-അംഗ അത്ലറ്റിക് കമ്മീഷനിൽ അധ്യക്ഷയായ മലയാളി കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ഇത്രയൊക്കെയാണ് കേരള ഭാഗത്ത് നിന്നുമുള്ള ജനുവരി മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കറണ്ട് അഫയേഴ്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്, നിലവിലെ കേരള ഗവർണർ ആരാണ്? നിലവിലെ കേരള ഗവർണർ ആരാണ്? ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.